സുഹൃത്തുക്കളെ, നിങ്ങളീ കാണുന്നത് വി.ഡി. സതീശമേനോൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിൽ, ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ വെളിച്ചമില്ലാത്തതിനാൽ, കറണ്ട് പോയി വെളിച്ചമില്ലാത്തതിനാൽ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ അവിടെ ഒരു മുറിവുമായിട്ട് വന്ന ഒരു രോഗിക്ക് തുന്നലിടുന്ന കാഴ്ചയാണ് ഡോക്ടർ. നമുക്കെല്ലാം തമാശയാണ്. ഇതും ഒരു പക്ഷേ ഒരു തമാശയായിട്ട് തള്ളിക്കളയുന്നുണ്ടായിരിക്കും. എത്ര പേര് അങ്ങനെ തള്ളിക്കളയുന്നുണ്ട് എന്നറിയില്ല. ഇതിനെ ഒരു തമാശ എന്നതിനൊക്കെ അപ്പുറം എങ്ങനെയാണ് ഒരു സിസ്റ്റം പരാജയപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ഒരു പക്ഷേ അവിടുത്തെ ഡോക്ടേഴ്സിന് തെറ്റുപറ്റിയതായിരിക്കാം, തീർച്ചയായിട്ടും. എന്തുകൊണ്ടാണ് അവിടുത്തെ ഡോക്ടേഴ്സിനും അവിടുത്തെ ഭരണാധികാരികൾക്കും തെറ്റുപറ്റിയെന്ന് ഞാൻ പറയുന്നത്? ഒന്നുകിൽ അവിടുത്തെ ജനറേറ്റർ കേടായതാണ്. അങ്ങനെ ഒരു സംഗതി പറയുന്നുണ്ട്, ജനറേറ്റർ കേടായതാണ്. കേടായ ജനറേറ്റർ എന്തുകൊണ്ട് നേരാക്കിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ചിലപ്പോൾ മറന്നു പോയിരിക്കാം. ചിലപ്പോൾ വിചാരിച്ചിരിക്കാം ഇപ്പോഴും ഇവിടം ഭരിക്കുന്നത് പിണറായി വിജയനാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. വി.ഡി. സതീശമേനോൻ ഗവൺമെൻറ് വന്നു എന്നുള്ള ധാരണ ഇല്ലാത്ത ആളുകളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ധാരണ പിശകിന് അവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ വേണം. കാരണം ഇപ്പോൾ വി.ഡി. സതീശമേനോനാണ് ഭരിക്കുന്നത്. ഇപ്പോൾ വൈദ്യുതി മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ സണ്ണി ജോസഫാണ്. അദ്ദേഹമാണ്, ആ ബഹുമാനപ്പെട്ട അദ്ദേഹമാണ് വൈദ്യുതി മന്ത്രി. എന്ത് ചെയ്യും? കറണ്ട് ഇല്ലല്ലോ, എന്ത് ചെയ്യും? മഴയില്ലല്ലോ എന്ന് കൈമലർത്തുന്ന മനുഷ്യനാണെന്ന് ഈ അടുത്ത കാലത്ത് വാർത്താ മാധ്യമങ്ങളിലൂടെയെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ടതല്ലേ അവിടെയുള്ള ആളുകൾ? ആ ഒരു സംഗതി ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ജനറേറ്റർ വളരെ പെട്ടെന്ന്, ഹോസ്പിറ്റലല്ലേ, ദ്രുതഗതിയിൽ തന്നെ അത് നേരാക്കി എടുക്കേണ്ടതല്ലേ? പിണറായി വിജയൻ്റെ കാലത്താണെങ്കിൽ ഒരുപക്ഷെ ആ ജനറേറ്റർ ഉപയോഗിക്കാതെ നാശമായേനെ. കാരണം ഉപയോഗിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല, വരുത്തിയിട്ടില്ല. അതാണ്, വന്നിട്ടില്ല എന്ന് വരില്ല എന്നതിനേക്കാൾ അപ്പുറം വരുത്തിയിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ഒരു നല്ല വാക്ക് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ വരുത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോഴിതാ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ തുന്നലിട്ട് കൊടുക്കേണ്ട, മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ ചികിത്സയ്ക്ക് കുറിപ്പടി എഴുതി കൊടുക്കേണ്ട, മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ ഓപ്പറേഷൻ നടത്തി കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കാളവണ്ടി യുഗത്തിലേക്കാണോ നമ്മൾ സഞ്ചരിക്കുന്നത്? അതോ ഇനിയും മുന്നോട്ടാണോ? ഇനി മുന്നോട്ടാണെങ്കിൽ ഏറ്റവും പ്രാഥമികമായ ഇത്തരം കാര്യങ്ങൾ പോലും ഇവർക്ക് ശ്രദ്ധിക്കാൻ കഴിയാതിരി ഇവരിങ്ങനെ നടക്കുന്നത് എന്തിനാണ്? നമ്മുടെ റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ ചോദിച്ച പോലെ ഇങ്ങനത്തെ ഒരു വൈദ്യുതി മന്ത്രി നമുക്ക് എന്തിനാണ് കേരളമേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഇതൊന്ന് കണ്ടു നോക്കൂ. ഇതിനെ നമ്മൾ പറയേണ്ടത് ഇത് വല്ലാത്തൊരവസ്ഥ എന്നുള്ളതാണ്. ഇതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാവും ആർക്കെങ്കിലും. വൈദ്യുതി മന്ത്രി കിട്ടിയില്ല, പക്ഷേ ആരോഗ്യമന്ത്രിയെ കിട്ടിയിട്ടുണ്ട്. കേൾക്കാം. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരുന്നു. ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് അവർ നേരത്തെ സൂചിപ്പിക്കേണ്ടതാണ്. ഏതാണ്ട് DHS അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പവർ കട്ട് ഇന്നത്തെ സാഹചര്യത്തിൽ പവർ കട്ട് വേണ്ടി വന്നു. അത് വൈദ്യുതി മന്ത്രിയെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ആശുപത്രിയിലെ കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. എങ്ങനെയുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ? എന്താണ് വൈദ്യുതി കറണ്ട് കട്ട് വേണ്ടി വന്നു? എത്ര ലാഘവത്തോടെയാണ് ഇവർ പറയുന്നത്? എനിക്ക് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഈ കറണ്ട് ഇങ്ങനെ ഇല്ലാണ്ടാക്കുന്നതിനെതിരെ ശക്തമായി പോരാട്ടാത്തത്, ഒരു സമരം ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അതും എൻ്റെ ഒരു വലിയ സംശയമായിട്ട് ഞാൻ ഇതിലൂടെ പങ്കുവെക്കുകയാണ് എൻ്റെ ആളുകളോട്. ഒരുപക്ഷെ ഇടതുപക്ഷത്തെ ആളുകളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും അനുഭവിക്കട്ടെ, ചെറുതായിട്ട് ഇവിടുത്തെ ജനത ഒന്ന് അനുഭവിക്കട്ടെ. എന്തുകൊണ്ട് എന്നെ മാറ്റണമെന്നല്ലേ പറഞ്ഞ്? പിണറായി വിജയൻ ഇവിടെ പാടില്ല, ചിരിക്കുന്ന ഒരാളെ മതി എന്നായിരുന്നല്ലോ ജനങ്ങൾ ആഗ്രഹം. അങ്ങനെ ചിരിക്കുന്ന ഒരാളെ കിട്ടിയപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണോ ഇടതുപക്ഷക്കാർ, CPM-കാർ നിശബ്ദരായിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അവർക്കൊരു കയ്യടി കൊടുക്കുക തന്നെ വേണം. കാരണം ഈ നിമിഷത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസമെങ്കിലും ഇവിടെയുള്ള ഇടതുപക്ഷം നിശബ്ദരാവണം. വൈദ്യുതിയുടെ കാര്യത്തിൽ അലംഭാവം ഉണ്ടാവണം. ഇനി ഓണമാണ് വരാൻ പോകുന്നത്. അവശ്യ വസ്തുക്കൾക്ക് മുഴുവൻ വില കൂട്ടണം. ഒരല്പം പോലും വില കൂടിയിട്ടുണ്ടായിരുന്നില്ല ഓണക്കാലത്ത് പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് എന്നൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവശ്യ വസ്തുക്കൾക്ക് മുഴുവൻ വില കൂട്ടണം.
റേഷൻ കടകളിൽ വസ്തുവകകൾ കിട്ടാതാവണം. ഇപ്പം തന്നെ 1-2 റേഷൻ കടകളിൽ വഴി അരിയും മറ്റും വിതരണം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള സംഗതിയൊക്കെ വന്നിരുന്നു. പിന്നെ വേണ്ടത് നമ്മുടെ സപ്ലൈകോ അതിലേക്ക് പണം കൊടുക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് പോലും വില കുറച്ചൊരു സാധനം വാങ്ങിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണം. ഇങ്ങനെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആകെ തരിപ്പണമാവണം. ഒരുപക്ഷെ ഇടതുപക്ഷം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ ആയിരിക്കും. പക്ഷെ അത്ര എളുപ്പമല്ല, അതൊന്നും അത്ര എളുപ്പമല്ല. അത്യാവശ്യം വൃത്തിയാക്കിയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പക്ഷേ എത്ര തന്നെ വൃത്തിയാക്കിയാലും അവിടെ ഒരു പട്ടിക്കാട്ടം നായക്കാട്ടം എന്നൊക്കെ പറയും ഇല്ലേ, അതിലത്തെ ഏത് ഭാഗമാണ് നല്ലതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒക്കെ പ്രശ്നമല്ലേ. എത്ര തന്നെ വൃത്തിയാക്കി പോയാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല, നാറും അല്ലേ. അത്തരമൊരു നാറ്റത്തിലേക്ക് നമ്മുടെ കേരളത്തിൽ ഓരോ സിസ്റ്റത്തെയും കൊണ്ടുപോകുന്നത് വരെ, അല്ലെങ്കിൽ ആളുകൾ അനുഭവിച്ച് പണ്ടാറടക്കുന്നത് വരെ മിണ്ടാതിരിക്കാം എന്നൊരു ധാരണയിലായിരിക്കാം ഇവരെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ പിന്നെ സർജറി നടത്താൻ അതിന് ശേഷം നടത്താം. പവർ കട്ട് അരമണിക്കൂറിലേ ഉള്ളൂ. അല്ലെങ്കിൽ ജനറേറ്റർ വാങ്ങി വയ്ക്കുക. എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് ആ ഒരു ഡയലോഗ് ഭയങ്കര ഇഷ്ടമായി. പവർ കട്ട് ഉണ്ടെങ്കിൽ അപ്പം സർജറി നടത്തരുത്, സർജറി അരമണിക്കൂറേക്ക് മാറ്റി വയ്ക്കുക. എപ്പോഴാണ് പവർ കട്ട്? ഏത് സമയത്താണ് പവർ കട്ട്? കൃത്യമായ സമയമുണ്ടോ? ഇല്ല. വൈകുന്നേരം 6 മണി മുതൽ നട്ടപ്പാതിര 12 മണി വരെ എപ്പോൾ വേണമെങ്കിൽ പോവാമെന്നാണ്. കൃത്യമായ സമയനിഷ്ഠയൊന്നും ഇതിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ പറയുന്ന സംഗതിക്ക് നമുക്ക് ചിരിക്കുക എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. ഒപ്പം തന്നെ പവർ കട്ടിന് അനുസരിച്ചിട്ട് മാറ്റിവെക്കേണ്ട ഒന്നാണോ സർജറി? ഒരു രോഗിക്ക് അറ്റ് എ ടൈം കൊടുക്കേണ്ട ഒരു ചികിത്സ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മാറ്റിവെക്കാമെന്നാണ് ചിന്തിക്കുന്നത്. ഒരു രോഗിക്ക് കൊടുക്കേണ്ടത് ഓക്സിജനാണ്, കറണ്ടില്ല, അരമണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം, അരമണിക്കൂർ കഴിഞ്ഞ് ഓക്സിജൻ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അരമണിക്കൂർ പോരെ ഒരു രോഗിയുടെ ജീവൻ പോകാൻ? ഏത് ലോകത്താണ് ഈ ആളുകളൊക്കെ ജീവിച്ചിരിക്കുന്നത്? ഈ മന്ത്രിയൊക്കെ ഏത് ലോകത്താണ്? അത് രണ്ടും ചെയ്യാതെ ഒരു അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കും. ആരാണ് അലംഭാവം കാണിച്ചത്? ഇവിടെ ഡോക്ടർമാരാണോ? പറയും, ആരാണ് അലംഭാവം കാണിച്ചത്? ഡോക്ടർമാരാണോ? ഒരു രോഗിക്ക് വളരെ പെട്ടെന്ന് ചികിത്സ കൊടുക്കേണ്ടതായി വന്നു, അവർക്ക് തുന്നിടേണ്ടതായി വന്നു. ആ നിമിഷത്തിൽ മൊബൈൽ ഫോണിൻ്റെ വെളിച്ചത്തിൽ തുന്നിടുക എന്നല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ തുന്നൽ തുടങ്ങിയ നിമിഷത്തിലായിരിക്കാം ഒരു പക്ഷേ കറണ്ട് പോയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ജനറേറ്ററും വർക്ക് ചെയ്യുന്നില്ല. ആ സമയത്ത് ശരി അരമണിക്കൂർ കഴിഞ്ഞ് തുന്നാം, അതുവരെ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നാണോ ഈ ആരോഗ്യ മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ? നമ്മളിത് ആരോടാണിത് പറയുന്നത് അല്ലേ? ബൈ. അനുഭവിച്ചോളി.